ഹലോ മുത്തുവടികളെ, ഈ വെറുതെ എന്നെ കൊണ്ട് വീണ്ടും 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 വീഡിയോ ചെയ്യിപ്പിക്കല്ലേ. എന്തായാലും ഇന്നെനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് ഇന്നും കുറെ അധികം വീഡിയോകൾ കാണുകയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. അപ്പോ അങ്ങനെ വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആണ്ടെ ഒരാളൊരു സ്ക്രീൻഷോട്ട് കൊണ്ടുവരണം. എന്താണ് ആ സ്ക്രീൻഷോട്ട് എന്നറിയോ? ഒരു യമണ്ടൻ കമന്റ്, ഒരു പാരഗ്രാഫ് ഒക്കെ ഉള്ള ഒരു യമണ്ടൻ കമന്റ്. അത് പോട്ടെ വേണ്ട എന്ന് പറഞ്ഞ് വിടാമെന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നെയാണ് എന്ന് എനിക്ക് നന്നായി മനസ്സിലായത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് അതില് ആ പുള്ളിക്കാരൻ, അതായത് ഏതോ റോങ് ടേണാ റൈറ്റ് ടേണാ എന്തോ ആണ് പേര്, ആ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് ഇതില് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പറയാം. അതിൽ എന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം തൊട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലാം തികഞ്ഞ ഒരു ഫാമിലി നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ ശപിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്ന്. എന്റെ വീഡിയോകളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ എന്റെ വ്യക്തിത്വത്തിൽ എവിടെയെങ്കിലും ഞാൻ ആരെയെങ്കിലും ശപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കതെടുത്ത് റിയാക്ട് ചെയ്യാം. ഈ ശാപം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വത്തിന് യോജിച്ച ഒരു കാര്യമല്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഞാനത് വെട്ടി തുറന്നവരുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ആർജവമുള്ള ഒരാളായത് കൊണ്ട് തന്നെ ഞാനത് പറയും. പിന്നെ നമുക്ക് ഈ ശപിക്കുക എന്നുള്ളത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒന്നാണ്. അതായത് നമുക്ക് അറിയില്ല അത് നടക്കുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. പക്ഷെ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ അത് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനെയാണ് ശാപം എന്ന് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിങ്ങനെ പണ്ട് കാലങ്ങളിൽ ഷിർക്ക് എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. അതിനെ ഞങ്ങളുടെ ഭാഷയിൽ ശുദ്രം എന്നൊക്കെ പറയും. അതായത് അവര് നശിച്ച് പണ്ടാരടങ്ങി പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യുക, കോഴിയാർക്കുക, മുട്ടയിൽ ജപിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുക, ഇതിനെയൊക്കെയാണ് അങ്ങനെ പറയുന്നത്. ഇതൊന്നും പോരാത്തതുകൊണ്ട് ഈ നമ്മുടെ നാവിൽ ഗുളികൻ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് പോലെ, അതായത് നമ്മൾ ചില സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ സമയത്ത് ചിലപ്പോൾ അത് നടന്നു പോകും. അപ്പൊ അതിനെയൊക്കെ ആ സമയത്ത് ഇങ്ങനെ അവിടെ നശിച്ച് പണ്ടാരടങ്ങി പോട്ട് എന്നിങ്ങനെ പറയുന്നതിനെയൊക്കെയാണ് ശാപം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ശാപം എന്നുള്ളത് അത് എൻ്റെ വ്യക്തിത്വത്തിന് എതിരാണ്. ഞാൻ ഇന്ന് വരെയും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ എനിക്കൊട്ട് ആഗ്രഹവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ശപിച്ചത് ഞാനല്ല, ഒരു റബ്ബർ തോട്ടത്തിന്റെ നടുക്ക് നിന്നും കൊണ്ട് നീ പണ്ടാരടങ്ങിപ്പോകൂടി, നീ ഒരു വർഷത്തിനകത്ത് നീ എന്തൊക്കെയോ ആയിത്തീരാൻ പോകുന്നടി, നീ പുക പടലമായി പോവാൻ പോകുന്നടി എന്നൊക്കെ പറഞ്ഞും കൊണ്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് ശപിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറയാനാണ്. ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരലുകൾ എന്നെ ചൂണ്ടും എന്ന് പറഞ്ഞതുപോലെ അവിടെ നിന്ന് പ്രാഗ്യത് മാത്രമേ അവക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവളങ്ങോട്ട് ത്രിശങ്കു സ്വർഗത്തിൽ, അതായത് ഗിയറിൽ കയറുകയായിരുന്നു എന്നുള്ളതാണ്. ഗിയറിൽ വെറുതെ കയറില്ലായിരുന്നു, ഭയങ്കരമായ ഒരു ഏറി കയറക്കുമായിരുന്നു. ഇതൊക്കെ പോട്ട് എന്ന് വിചാരിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി ഒരു ജുമൈലാന്റെ ബെഡ്റൂമിന്റെ അകത്ത് ചാടി കയറിയിട്ടുണ്ടായിരുന്നു. ഇത് പൊളിച്ച് പാളിസാക്കി നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തത് ഞാനായിരുന്നു. എനിക്ക് എന്തോ അവളടുത്ത് തീർത്താൽ തീരാത്ത പകയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ശപിക്കൂല. അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ജുമൈലാന്റെ അമ്മാവി അമ്മേനെ കൊണ്ട് എന്നെ ശപിച്ച് എങ്ങനെയാണെന്നറിയാമോ? അവള് പോകുന്നു. മനുഷ്യരായിട്ടുള്ളത് അല്ലെങ്കിൽ ജീവജാലങ്ങളൊക്കെയും തന്നെ പുഴുക്കൾക്കുള്ള ഭക്ഷണം പേറുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ശപിച്ച സ്ത്രീയുടെ ശരീരം ജീവനോടുകൂടി പുഴുവരിക്കുന്നത് ഈ ജനങ്ങൾ കണ്ടു എന്നുള്ളതാണ്. ഈ ജനങ്ങൾ കണ്ടു എന്നുള്ളതിനേക്കാൾ വലുതായിട്ട് എന്റെ 2 ഉണ്ടക്കണ്ണുകൾ കണ്ടു എന്നുള്ളതാണ്. അപ്പം അത് വേറൊരു സൈഡ്. ഇനി ഇതൊക്കെ പോട്ടെന്നൊന്നും വിചാരിക്കില്ലട.
ഈ ജന്മം മരണം വരെ പോട്ട് എന്ന് വിചാരിക്കാൻ, ആ പിഴച്ച ജന്തുവിനെ പോട്ട് എന്ന് വിചാരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവള് തട്ടിയെടുത്ത ഒരുത്തനുണ്ട്, ജുമൈലയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മരവാഴ മരമോന്ത. ഈ മരമോന്ത വന്നിരുന്ന്, നിന്റെ ആരടി അവനെ ഞാൻ ബസ്സടിച്ച് കൊല്ലുകൊടിയുന്നു പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞില്ല, ദാണ്ട കിടക്കണം. ഏതോ വണ്ടി കേറി ഇറങ്ങി ഡ്രൈവിങ് പഠിച്ചു ഇവന്റെ ദേഹത്ത് കൂടി. എനിക്കറിയാൻ പാടില്ലേ? അപ്പൊ ശപിച്ചത് ഞാനല്ല, അവര് ഞങ്ങളെ ശപിച്ചു, അവർക്ക് കിട്ടി, അത് നമ്മൾ കണ്ടു. അതും ഞാൻ എൻ്റെ ഈ രണ്ടുണ്ട കണ്ണുകൾ കൊണ്ട് കണ്ടു. എന്താ പറയുക. ഇനി ഇതൊന്നും പോരാത്തത് കൊണ്ട് ഈ ബടക്ക സ്ത്രീ എന്റെ ഭർത്താവിന് സുഖമില്ലാതിരുന്ന കാലത്ത് ഞാൻ ഗർഭിണിയായി എന്നുള്ളതിനെ വളച്ചു ചുറ്റി എമ്മാതിരിയൊക്കെയാണ് അവതരിപ്പിച്ചത് എന്നറിയാമോ? ആ പിഴച്ച ജന്തു അന്ന് എന്റെ ഗർഭാവസ്ഥയെ പരിഹസിച്ചവൾക്ക് അവളുടെ വയറ്റിൽ ഒരു ജീവി കുരുത്ത് കഴിഞ്ഞപ്പോൾ എണീറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് അതും എന്റെ ഉണ്ടക്കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞു. ഇനി ഇതൊക്കെ പോട്ട്, ഇതൊന്നും പോട്ടണ്ട, അവിടെ നിക്കട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഇവളെ കൊണ്ടുപോയി ഒരു മലവാണമുണ്ടല്ലോ, അവൻ എന്റെ ഭർത്താവ് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത് എന്റെ കാമുകനുമായി സല്ലപിച്ചതിന്റെ വീഡിയോ റെക്കോർഡ് അവന്റെ കൈവശം ഉണ്ടത്രേ. ഇതേ ഇവൻ തന്നെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനും ഹോട്ടലിൽ റൂം എടുക്കേണ്ടി വരും ഇനി എന്ന്. എന്താ പറയുക. കാരണം ഈ പുള്ളിക്കാരത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവന് ഹോസ്പിറ്റലിൽ ഇരിക്കാൻ പറ്റില്ല, ഹോട്ടലിൽ റൂം എടുക്കണം അത്രേ. എന്തായാലും ഞാൻ എൻ്റെ ഭർത്താവിന് കിംസ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് നടത്തിയത്. അപ്പൊ അവിടെ റൂമൊന്നും എടുക്കേണ്ടിയതായിട്ട് വന്നിട്ടില്ല. കാരണം 21 ദിവസം അദ്ദേഹം ICUലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലം കിംസ് ഹോസ്പിറ്റലിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കണ്ടാണ് ഞങ്ങൾ ഒരു റൂമിൽ ഉണ്ടായിരുന്നത്. ആ റൂം എന്ന് പറയുന്നത് ഒരു ക്യാബിനാണ്. അവിടെ എൻ്റെ ഭർത്താവും എൻ്റെ മകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി അതെല്ലാം അവിടെ പോട്ട് മക്കളെ, അതെല്ലാം അവിടെ പോട്ട്. ഈ പുള്ളിക്കാരൻ ചാണകം ചാരിയിട്ടാണോ എന്നറിയാൻ പാടില്ല. പുള്ളിക്കാരൻ പച്ച നുണ പറഞ്ഞ് മക്കളെ, പച്ച നുണ പറഞ്ഞ്. എനിക്കാണെങ്കിൽ ഈ നുണ കേൾക്കുമ്പോൾ അതിനെ ഇങ്ങനെ പൊളിച്ച് ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ പുള്ളിക്കാരന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസ്ഥയാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ഞെരങ്ങുന്നത് എന്ന്. അപ്പൊ സ്വന്തം ഭാര്യനെ ഹോസ്പിറ്റലിലാക്കിയിരുന്നു, ഞാനാണ് കാവലിരുന്നത്, ഞാനാണ് തീട്ടവും മൂത്രവും ഒക്കെ കോരിയത് എന്ന് പറഞ്ഞു. പച്ച കള്ളമായിരുന്നല്ലേ. എന്തായാലും ആദ്യത്തെ അവസ്ഥയാണ് അത്ര. ഇതൊന്നും പോരാത്തത് കൊണ്ട് ഈ പുള്ളിക്കാരിക്ക് ഒന്നും വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്നില്ല അത്ര. ഈ പുള്ളിക്കാരിക്ക് ഒന്നും വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് പുള്ളിക്കാരനാണെങ്കിൽ പാചകം ഒട്ടും അറിയേയില്ല. എടാ നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഇവരുടെ വീഡിയോ ഒന്ന് പോയി കാണടാ, വെറുതെ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതില് ഇരുന്ന് ഇങ്ങനെ അടുക്കളയിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവി എന്ന് PSC ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പേരെഴുതി വെക്കും. കാരണം അടുക്കളയിൽ മാത്രമേ ഈ പുള്ളിക്കാരനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് എമ്മാതിരി ഡയലോഗാണ് ഇറക്കിയത്. ആശുപത്രിയിലൊക്കെ ഇനി പോവേണ്ടതല്ലേ, അപ്പോ പിന്നെ എനിക്കിതൊക്കെ പഠിക്കണ്ടേ, എനിക്കിതൊക്കെ ചെയ്യണ്ടേ, അപ്പൊ ഞാൻ അതിന് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞവൻ ഇപ്പം വന്നിട്ട് പറയാണ് എനിക്കൊന്നും അറിഞ്ഞൂടാ അടുക്കളയിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്നൊക്കെ. അയ്യോ എനിക്ക് വയ്യ, ഞാൻ ഇങ്ങനെ ചിരിച്ച് മരിക്കും ഇവറ്റകളൊക്കെ ഉണ്ട്. ഇനി നമ്മളെ റോങ് ടൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന ആ കമന്റ്, ബഹുവിശാലതയുള്ള ആ കമന്റില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എവിടെയാണ് ഇവരുടെ അമ്മയും സഹോദരങ്ങളും, ഉമ്മയും സഹോദരങ്ങളും ഒന്ന്. എടാ നീ ഏത് ലോകത്തോടാ താമസിക്കണത്? എടാ അവരെ, അതായത് ഇവളുടെ മാതാപിതാക്കളെയും ആ സഹോദരങ്ങളെയും നാണം കെടുത്തിയ ഒരു സംഭവം
ആ നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതായത് വേറൊരുത്തിയുടെ ഭർത്താവിനെ ഇവളുടെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചത് ഇവളുടെ സ്വന്തം പെറ്റുമ്മയാണ് കണ്ടുപിടിച്ചത് പോലെ. ഇത് എന്നിട്ട് നാട്ടുകാരടുത്തും പോലീസുകാരടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം പോയി, അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പെറ്റുമ്മയുമായിട്ട് ഇവര് പൊരുത്തപ്പെട്ടു. ഇവരുടെ മക്കളെയൊക്കെ ഇപ്പൊ നോക്കുന്നത് പെറ്റുമ്മയും വാപ്പയുമാണ്. ഇത് ഇവര് തന്നെ വീഡിയോകളിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ അത് കേട്ടിട്ടില്ല? അപ്പൊ പിന്നെ പെറ്റുമ്മ ഇനി വന്ന് ഹോസ്പിറ്റലിൽ കാവലിരിക്കണം. അതിനല്ലേ മോനെ ഇവനെ ജോലിക്ക് പോലും വിടാതെ ഇവള് ഊട്ടി ഉറക്കുന്നത്. അവൾക്കൊരു ജോലിക്കാരന്റെ ആവശ്യമുണ്ട് പൊന്നുമുത്തേ. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരനെ ജോലിക്ക് പോലും വിടാതെ ഇവളുടെ പിന്നാലെ കൊണ്ട് നടക്കുന്നത്. വേറൊരു പണിയും ചെയ്യുന്നില്ലല്ലോ, പിന്നെ വെറുതെ ചോറ് കൊടുത്താ പറ്റുമോ? ചെയ്യട്ടടേ. എന്തിനു പെറ്റുമ്മയൊക്കെ എന്തിനു നോക്കുന്നു? കൊണ്ടുപോയി നോക്കാം, ഞാൻ കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വിളിച്ചോണ്ട് പോയത്. അപ്പൊ നോക്കട്ടെ, നിനക്ക് ഇവിടെ വേദന എടുക്കുന്നത്, നീ ആള് കൊള്ളാമല്ലോ. ഇനി മക്കളെയൊക്കെ നോക്കുന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നിച്ചങ്ങായി, അവൾക്കും അവളുടെ മക്കൾക്കും ഒരു ജോലിക്കാരന്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മക്കളെ ഇവനെ നന്നാക്കിയെടുത്തത്. അതും ഏതോ ബസ് സ്റ്റാൻഡിൽ കുടിച്ചും പെടുത്തും വൃത്തിയില്ലാതെ കിടക്കുന്ന സമയത്ത്. ഇവന്റെ ഷർട്ടൊക്കെ കാണണമായിരുന്നു. ഇതൊക്കെ അവര് പറഞ്ഞത് തന്നെ കേട്ടാ. ഇവന്റെ ഷർട്ടൊക്കെ കാണണമായിരുന്നു. അതൊക്കെ തേച്ച് ഒരച്ച് വൃത്തിയാക്കി തെരുവില് വെറുതെ കിടന്ന സാധനത്തിനെ എടുത്തോണ്ട് വന്ന് വൃത്തിയാക്കി ചെലവും കൊടുത്ത് കൂടെ കൊണ്ടുവന്ന് നടത്തുന്നത് പിന്നെ ചുമ്മാതൊന്നുമല്ല. അവളെയും അവളുടെ കുഞ്ഞുങ്ങളെയും നോക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഇനി അവളുടെ ഉമ്മയും വാപ്പയും ഇവിടെ ആശുപത്രി വന്നിരിക്കണം. എന്നിട്ട് ഇവൻ ഇനി ഏതെങ്കിലും ഒരു താത്തച്ചിമാരുടെ പിന്നാലെ പോണം. എന്റെ പൊന്നിച്ചങ്ങാതി, ഈ പുള്ളിക്കാരന് വേറൊരു അസുഖമുണ്ട്. ഈ പുള്ളിക്കാരന് അസുഖമുള്ള സ്ത്രീകളോട് താല്പര്യമില്ല. അതായത് പുള്ളിക്കാരൻ എപ്പോഴും തൃപ്തിപ്പെടുത്തുന്ന സ്ത്രീകൾ വേണം. അതുകൊണ്ടല്ലേ സ്വന്തം ഭാര്യയ്ക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല അത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഈ പുള്ളിക്കാരിനെ കണ്ടത്. അപ്പൊ ഈ പുള്ളിക്കാരിക്കാണെങ്കിൽ ഭയങ്കര തൃപ്തിപ്പെടുത്തൽ കുറച്ച് കൂടുതലായിരുന്നു. ഇത് കൂടുതലാണ് എന്നുള്ളത് മാത്രമല്ല, കുറച്ച് അഹങ്കാരവും കൂടിയപ്പോഴത്തേക്ക് പടച്ച റബ്ബേ എല്ലാം കൂടി വലിച്ചങ്ങ് ദൂരെ എറിഞ്ഞു കളഞ്ഞു. അപ്പൊ ആ ഒരവസ്ഥയില് ഇവളുടെ വാപ്പയും ഉമ്മയും ആ ആശുപത്രി വന്നിരുന്നാലത്തെ അവസ്ഥ, പൊന്നു മോനെ ഒരു വീടും കൂടി തുറന്നിട്ട് കൊടുത്തിട്ട് ഇവനെ അങ്ങ് വീട്ടിൽ വിടാൻ. എന്നിട്ട് വേണം ഇനി ഇവൾ കട്ടിലിന്റെ അടിയിൽ വിളിച്ചു കയറ്റിയതുപോലെ അവൻ ഏതെങ്കിലും താത്തച്ചിമാരെ കട്ടിലിന്റെ അടിയിൽ വിളിച്ചു കയറ്റാൻ. നീ ഒന്ന് പോയെന്റെ ചങ്ങായി, ഒരു മണ്ണാങ്കട്ടി എറിഞ്ഞൂടാതെ വന്നിരുന്നു കൊണാണെന്ന